മഹാരാജി, നവരാത്രി ഒരു അഘോരിയുടെ ലൈഫായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? നമ്മുടെ അനുഭവത്തിൽ നമ്മുടെ ഗുരു ഈ സമയത്ത് നമ്മളെ പിടിച്ചോണ്ട് പോകും. എല്ലാ വർഷവും അതിപ്പോഴും ഉള്ളതാ. പിടിച്ചോണ്ട് പോയി നമ്മളറിയാതെ നമ്മളെ പിടിച്ച് വെച്ച് സാധനം ചെയ്യിക്കും. നമ്മുടെ കയ്യിലേ അല്ലേ നവരാത്രി. നവരാത്രിക്ക് നമുക്ക് യാതൊരു നിയന്ത്രണം നമ്മുടെ മേളിൽ ഉണ്ടാവില്ല. ടോട്ടലി നമ്മൾ ഡിസോൾവ് സ്റ്റേറ്റിലായിരിക്കും. അഘോരിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അപ്പുറം എന്താ വേണ്ടത്? ഗുരുവിൻ്റെ കൂടെയുള്ള ദിവസങ്ങളാണ് പൂർണ്ണമായും ഗുരുസത്യത്തിൽ അലിഞ്ഞിരിക്കുന്ന ദിവസങ്ങളായ നവരാത്രി. അതുകൊണ്ട് നമ്മൾ സത്യത്തിൽ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ മാത്രമേ ആയുള്ളൂ നമ്മൾ സമൂഹമായിട്ട് ബന്ധപ്പെടാൻ തുടങ്ങിയിട്ട്. അല്ലെങ്കിൽ നവരാത്രി ദിവസങ്ങളിൽ നമ്മൾ എവിടെയെങ്കിലും ഒളിവിലായിരിക്കും. ഇത്തവണയും ഒളിവിലായിരിക്കും. അഘോരിയെ സംബന്ധിച്ച് അതൊക്കെ സാധനങ്ങൾ നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അതൊരു ആനന്ദ നിമിഷങ്ങളെന്നോ ദിവസങ്ങളെന്നോ ഒക്കെ പറയാവുന്നതാണ്. വർഷം മുഴുവനുള്ള താപം മാറിക്കിട്ടും, സ്വതന്ത്രമാകും. വല്ലാതെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നൊരു ദിവസങ്ങളായി നവരാത്രി. പ്രത്യേകിച്ച് നമ്മളൊരു സാധനയായിട്ടൊന്നും ചെയ്യാറേ ഇല്ല. മറ്റുള്ളവർക്ക് വേണ്ടി ആ ദിവസങ്ങളുടെ അവസാനങ്ങളിൽ ഹോമങ്ങൾ, അഘോരാവനം, അതുപോലെ തന്നെ നമ്മുടെ സിദ്ധകുഞ്ചികാഹവനം ഇതൊക്കെ ചെയ്തു കൊടുക്കും. മറ്റുള്ളവർ പ്രയോജനത്തിന് വേണ്ടിയാണ്. നമുക്ക് സാധനമൊന്നുമില്ല. നമ്മൾ ഗുരുവിനോട് ചേർന്നിരിക്കുന്ന സമയമായി നവരാത്രി. നമുക്ക് അതിപ്രധാനം തന്നെയാണ്. ശിവരാത്രി, നവരാത്രി. ഗുരുപൂർണിമ പിൽക്കാലത്ത് ഇത്ര പ്രശസ്തമായെന്നേ ഉള്ളൂ. മുൻകാലത്ത് ഗുരുപൂർണിമയ്ക്ക് ഇത്ര പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ബുദ്ധപൂർണിമയ്ക്ക് ശേഷമാണ്, ബുദ്ധന് ശേഷമാണ് ഇത്ര പ്രാധാന്യം എന്നൊന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഏറ്റവും പ്രധാനം നവരാത്രിയും ശിവരാത്രിയും തന്നെ ആഘോഷിക്കുക. അപ്പൊ ഇപ്പൊ പറഞ്ഞ രണ്ട് ഹവനങ്ങളുണ്ടല്ലോ, അഘോര ഹവനവും സിദ്ധകുഞ്ചിക ഹവനവും, അതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ ഇച്ഛകൾ സാധിക്കണ്ടേ? അതിനാണല്ലോ കാമം എന്ന് പറയുന്നത്. കാമനകൾ പൂർത്തിയാക്കണ്ടേ? ഇവിടെ ധർമ്മിഷ്ഠനായി നിന്ന് കാമനകൾ പൂർത്തിയാക്കുക എന്നുള്ളൊരു മനുഷ്യ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? അർത്ഥം നേടി കാമനകൾ പൂർത്തിയാക്കി ധർമ്മസ്ഥനായി ജീവിച്ച് ആ ജീവിതത്തെ പൂർണ്ണമായ ആനന്ദപൂരിതമാകുമ്പോൾ അവന് പതിയെ മോഹങ്ങളിൽ ക്ഷയിച്ചു തുടങ്ങും. ആ പൂർണ്ണ മോഹക്ഷയത്തിൻ്റെ അവസ്ഥ തന്നെയാണ് മോക്ഷാവസ്ഥ. മോഹത്തിൽ നിന്നുള്ള ഉക്തി, അത് തന്നെയാണ് മുക്തി. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ മറ്റുള്ളവർക്ക് സിദ്ധികളെ ആഗ്രഹിക്കുന്നു. സിദ്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാശത്ത് പറങ്ങണ്ടൊക്കെയോ മനുഷ്യൻ്റെ മനസ്സ് വായിക്കുകയോ അങ്ങനെയുള്ള സിദ്ധികളെ പറ്റിയല്ല. അതും സാധ്യമാണല്ലോ. അത് പൂർണ്ണ സാധകൻ, അതും സാധ്യം തന്നെയാണ്. പക്ഷേ ഇവിടെ സിദ്ധികൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിലുള്ള കാമനകൾ, നിങ്ങൾക്ക് എന്താണോ സാധിക്കേണ്ടത് അതിനുവേണ്ടിയുള്ള സിദ്ധിയുടെ താക്കോൽ, അതാണ് സിദ്ധ കുഞ്ചിക. സിദ്ധകുഞ്ചികയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണം സാധ്യമാകും. അതുകൊണ്ട് തന്നെ ഒരു സങ്കല്പമായിട്ട് വേണം വരാൻ. ആ സങ്കല്പത്തെ സിദ്ധമാക്കുന്നതാണ് മമ സർവ അഭീഷ്ട സിദ്ധ്യത്തെ ജപേ വിനിയോഗ. ഇതാണ് സിദ്ധകുഞ്ചികയുടെ ഉദ്ദേശം തന്നെ. ഇഷ്ട ആഗ്രഹത്തിന്, ഭൗതിക കാമനയ്ക്ക് വേണ്ടിയാണ് സിദ്ധകുഞ്ചിക. ഇനി കാമനകളില്ലാതെ അതേ കുഞ്ചിക ജപിച്ചാലോ ഇന്നർ സിദ്ധികൾ ഉണർന്നു വരും. സൂക്ഷ്മ യോഗതലങ്ങളുള്ള സിദ്ധികൾ ഉണർന്നു വരും. ഇനി അതും കൂടെ വേണ്ടെന്ന് വെച്ചാലോ സിദ്ധകുഞ്ചിക സാക്ഷാത് ശ്രീ പരമേശ്വരനിലെത്തിക്കും. പരമേശ്വര ഗുരുവിൽ എത്തിച്ച് നമ്മളെ ഇതിൽ നിന്നും മുക്തരാക്കുകയും ചെയ്യും. സിദ്ധകുഞ്ചിക ഹവനം ഇതിനുള്ളതാണ്. ഇനി അഘോരഹവനോ നമുക്ക് നമ്മുടെ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന ഗ്രഹിച്ചിരിക്കുന്ന അനേക ഉപദ്രവങ്ങൾ, അനേകം മാരണ, പല വിധത്തിലുള്ള ദൃഷ്ടിദോഷങ്ങൾ, പല വിധത്തിലുള്ള ഭൂത ആഭിചാര പ്രയോഗങ്ങളാൽ ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഇവയൊക്കെ മാറ്റാനും അനേകം മാനസിക രോഗങ്ങൾക്കുള്ള പ്രതിവിധി കൂടിയാണ് അഘോരഹവനം. എല്ലാത്തിലും പങ്കെടുക്കുക, സന്തോഷമായിരിക്കുക. ഭൗതിക സുഖങ്ങളും, അതായത് പ്രേയസും, ആധ്യാത്മിക സുഖങ്ങൾ, അതായത് ശ്രേയസ്സും പ്രേയസ്സും സമ്പൂർണ്ണരായിട്ട് ജീവിക്കാനാണ് നമുക്ക് ഈ വിധിയും ഗുരുക്കന്മാർ തന്നിരിക്കുന്നത്. അതിന് അഘോരിയോടൊപ്പം ആനന്ദിക്കുക, ആസ്വദിക്കുക, അത് ഉപയോഗപ്പെടുത്തുക. ആ ദിവസങ്ങൾ നവരാത്രി അവസാന ദിവസം, അടുത്ത ദിവസം ഈ 2 ദിവസങ്ങളിൽ ഇവിടെ നടത്തുന്നുണ്ട്. അതിൽ പങ്കെടുക്കുക. അതിൽ അഘോരഹവനം രാത്രിയും സിദ്ധകുഞ്ചിക രാവിലെ പകൽ സമയത്താണ്
പൊതുവെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. അങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് വെച്ചിരിക്കുന്നത്? സൂര്യനാണല്ലോ രാവിലെ ഉണരുന്നത്. സൂര്യൻ ഭൂമിക്ക് വേണ്ട സർവ്വശ്രേയസ്സുകളും കൊടുക്കുന്ന സൂര്യൻ. അവിടെ ഇരുട്ടിനെ നമ്മൾ വെളിച്ചം സ്വയം വന്ന് തന്നെ ഇരുട്ടിനെ മാറ്റുക അല്ലേ? രാത്രിയോ ചന്ദ്രൻ്റെ സമയം, പകൽ സൂര്യൻ്റെ സമയം. രാത്രിയിൽ എന്താ സംഭവിക്കുക? ഇരുട്ട് സ്വയം വന്നടിഞ്ഞു കൂടുന്ന സമയമാണ് അല്ലേ? അവിടെ ആര് വേണം? മഹാരുദ്രൻ ഇരുട്ടിലിരിക്കുന്ന അനേകമായിട്ടുള്ള ഊർജങ്ങളെ അവൻ്റെ തീഷ്ണമായ അഗ്നിനയനങ്ങൾ കൊണ്ട് നോക്കി അവൻ വശത്താക്കിയെടുക്കും, അല്ലെങ്കിൽ അവയെ ഭസ്മീകരിച്ച് കളയും. ദഹ 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 ഹും ഫട്ട് സ്വാഹ എല്ലാം ദഹിപ്പിച്ച് കളയും. അതുകൊണ്ട് രാത്രി കാലത്തുണ്ടാവുന്നതാണല്ലോ, രാത്രിയാണല്ലോ പ്രേതങ്ങളെയും ഭൂതങ്ങളെയൊക്കെ എല്ലാവരും കാണാറ്. പകല് കാണുന്നത് വളരെ വളരെ അപൂർവമാണ് അല്ലേ? അപ്പോൾ ഇരുട്ടിൽ പ്രകാശവും, എന്നാൽ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ആ സൂര്യൻ്റെ തേജസ്സിൽ നിന്ന് സിദ്ധികളെയും വശത്താക്കാൻ വേണ്ടിയുള്ളതാണ് സിദ്ധകുഞ്ചിക രാവിലെയും രാത്രിയിൽ അഘോരാവനം ചെയ്യുന്നത്. അനുഭവിച്ച് മനസ്സിലാക്കുക. ഇതിനെപ്പറ്റിക്ക് ഞാൻ വാക്കുകളാൽ വിശദീകരിച്ചാലൊന്നും പിടികിട്ടാൻ പോലുള്ള, അനുഭവിച്ച് മനസ്സിലാക്കുക. എന്നാൽ സിദ്ധകുഞ്ചിക രാത്രി 12 മണിക്ക് ശേഷമുള്ള ഉപാസനയുണ്ട്. അതിൽ ചാമുണ്ഡാ മന്ത്രം മാത്രം ഉപാസിക്കുന്ന വിധിയുണ്ട്. അത് അഘോരികൾ രാത്രി ചെയ്യാറുണ്ട്. രാത്രി കാലങ്ങളിൽ ഉപാസനയിലാണ് കാളി മാതാവിൻ്റെ പ്രത്യക്ഷാഗമനം. ഭദ്രകാളി യാമമാണ് 12 മണി തൊട്ട് രാത്രിയിൽ. ആ സമയത്തുള്ള ഉപാസനയും വിധിച്ചിട്ടുണ്ട്. പക്ഷെ അത് ആർക്കാണ്? ഇരുട്ടിലേക്ക് പ്രകാശവുമായി ചെന്നു പോകാൻ കഴിവുള്ളവർക്കുള്ള ഉപാസനയാണ് അത്. അല്ല, ഇരുട്ടിരിക്കുന്നവർ അത് ഉപാസിച്ചാൽ അപകടകരമാണ്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഒരു നല്ല പവർഫുൾ ടോർച്ച് കയ്യിലുള്ളവൻ പോകേണ്ട മാർഗമാണ് രാത്രിയിലെ പണി. അധോലോകങ്ങളിലുള്ള യാത്ര, ഊർധ്വലോകങ്ങളിലേക്കുള്ള യാത്രയാണ് ഈ പകൽ ചെയ്യുന്നത്. മൂലാധാരത്തിന് താഴോട്ടും മൂലാധാരത്തിന് മേലോട്ടുള്ള യാത്ര എന്ന് വാക്കുകൾ കൊണ്ട് നമുക്ക് വർണ്ണിക്കാം. പകലല്ലേ നമുക്ക് സിദ്ധികളൊക്കെ വേണ്ടത്. രാത്രി കഴിഞ്ഞാൽ ഉറക്കമല്ലേ? ഉറക്കത്തിൽ ഒത്തിരി പേര് പൊങ്ങി വരും. അകത്തിരിക്കുന്ന ഭൂതപ്രേത പിശാചുക്കളൊക്കെ ഇങ്ങനെ പൊങ്ങി വരും. അവരൊക്കെ ആരുടെ സേവകരാ? സാക്ഷാൽ പരമേശ്വരൻ്റെ, അഘോരൻ്റെ അല്ലേ? ഭുജഗധരം അഘോരം രക്തവസ്ത്രാംഗരാഗം. മഹാരാജ്, ഈ നവരാത്രി ശരിക്കും നോർത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു രീതിയിൽ തന്നെ കേരളത്തിൽ സെലിബ്രേറ്റ് ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ ആ ഒരു ട്രഡീഷൻ മാറുന്നതനുസരിച്ചിട്ട് അത് സെലിബ്രേറ്റ് ചെയ്യുന്ന രീതിയിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ? നമ്മൾക്ക് വിഷു ഒക്കെ കഴിഞ്ഞു, കൊയ്ത്തുകാലമൊക്കെ കഴിഞ്ഞു. നമ്മൾ ഓണവും വിഷുവൊക്കെ ആഘോഷിക്കുന്നത് നോർത്തിലില്ലല്ലോ. ഉണ്ടോ? പൊതുവെ ഉത്സവങ്ങളൊക്കെ കൊയ്ത്ത് കാലമായിട്ട് ബന്ധപ്പെട്ട ആ പ്രാചീന മനുഷ്യർ കലവറയൊക്കെ നിറഞ്ഞു കഴിയുമ്പോൾ അവർ ആഘോഷത്തിനിറങ്ങും. ഇനി ഒരു വർഷത്തേക്ക് കഴിക്കാൻ ഉണ്ണാനുള്ളതൊക്കെ പത്തായപ്പുരയിലായി. അപ്പോൾ ഇനി അതിൻ്റെ സന്തോഷമൊക്കെ ഒന്ന് പ്രകൃതിയായിട്ട് ചേർന്ന് ഒന്ന് ആഘോഷിച്ച് കളയാം എന്നൊക്കെ ഉള്ളതിൽ നിന്നായിരിക്കണം ഈ ഇത്തരം ആഘോഷങ്ങളൊക്കെ ഉടലെടുത്തത്. പക്ഷെ ആധ്യാത്മിക പദ്ധതിയിൽ കേവലം ആഹാരത്തെ സംബന്ധിച്ച് മാത്രമുള്ളതല്ല. കാരണം കാട്ടിൽ ജീവിക്കുന്നവന് പ്രത്യേകിച്ച് ആഹാരത്തിന് സീസണോ കാര്യങ്ങളോ നോക്കേണ്ടതില്ലല്ലോ. എന്തെങ്കിലും കിഴങ്ങുകളോ കായ്കളോ ഫലങ്ങളോ ഒക്കെ കാലത്തും പ്രകൃതിയിലുണ്ടാവും. പ്രകൃതി അതനുസരിച്ച് അവനെ പരിപോഷിച്ചിരുന്നു. സാധകനെ ഒരു ആദിവാസിയായിട്ട് കാണണം, കാട്ടുമനുഷ്യനായിട്ട് കാണണം. സാധാരണ മനുഷ്യരെ ഇതുപോലെ കർഷകനായിട്ടും ഈ ലോകത്ത് അവന് വേണ്ടുന്നൊക്കെ വിളയിച്ച് അവൻ സ്വയം പര്യാപ്തത, പ്രകൃതിയിൽ നിന്ന് മാറി സ്വയം പര്യാപ്തത നേടിയവനായിട്ടും കാണണം. അവൻ ആ മോഡേൺ മനുഷ്യൻ. ആദ്യ മനുഷ്യന്റെ തുടക്കം തന്നെ കൃഷിയിൽ നിന്നായിരുന്നല്ലോ. അപ്പൊ കൃഷിക്കാരനെ അങ്ങനെ കാണണം. അവന്റെ ഉത്സവങ്ങളെ അഘോരന്റെ പ്രാചീന പദ്ധതിയുടെ ഉത്സവങ്ങളായി കണ്ടുകൂടാ, വ്യത്യസ്തമായിട്ട് കാണേണ്ടതാണ്. ആദിവാസിയുടെ ആഘോഷമാണ് അഘോരന്റെ ആഘോഷം. അഘോരൻ പറയാനാണല്ലോ, ആദിവാസിയാണല്ലോ, ആദ്യ മനുഷ്യന്റെ രീതികളാണ് അവനുള്ളത്. പക്ഷേ മോഡേൺ മനുഷ്യനാണ് കൃഷിക്കാരൻ. അവന്റെ ആഘോഷങ്ങളാണ് ഈ നോർത്തിലേക്ക് ആഘോഷിക്കപ്പെടുന്നത്. കേരളത്തിൽ ഇപ്പോഴും അത് എത്തിപ്പെട്ടിട്ടില്ല. ഇപ്പം നമ്മുടെ പല ആഘോഷങ്ങളും കണ്ടു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ സ്വാധീനം കാണാം. നമ്മുടെ നിത്യ വിവാഹ ചടങ്ങുകളിൽ പോലും നോർത്ത് ഇന്ത്യൻ ചടങ്ങുകൾ വന്നു ചേർന്നിട്ടുണ്ട്. നോർത്ത് ഇന്ത്യൻ ചടങ്ങുകളോ പലതും ബ്രിട്ടീഷേഴ്സിൻ്റെ ആ കാലത്തെ കൊളോണിയൽ കാലഘട്ടത്തിൻ്റെ കോപ്പിയായിട്ടും കാണാം. ബാൻഡ് കുട്ടികളുടെ കല്യാണവും അതിലുള്ള വസ്ത്രധാരണങ്ങളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും.
കേരളത്തിൽ ഇപ്പോഴും അതും അധികം പ്രചാരത്തിൽ എത്തിയിരുന്നില്ല. പക്ഷെ ഇക്കാലത്ത് ഇപ്പോൾ എല്ലാം കൂടെ ഹോളിവുഡും ബോളിവുഡും എല്ലാം കൂടെ കയറി കളിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മനസ്സുകളിലേക്ക് ഇത്തരം വിചാരങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മളുടെ ചടങ്ങുകളും നമ്മുടെ ആചാരങ്ങളും ഇപ്പോഴും പ്രാചീനതയോട് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഗുരുപൂർണിമ ആഘോഷിക്കുന്നത് കണ്ടിട്ടുണ്ടോ? നവരാത്രി നമ്മൾക്ക് ക്ഷേത്രങ്ങളിലുള്ള വിശേഷ പൂജകളും കാര്യങ്ങളും അല്ലാതെ നോർത്തിലെ പോലെ അല്ലെങ്കിൽ ഗുജറാത്തിലൊക്കെ കണ്ടില്ലേ പഞ്ചാബിലൊക്കെ ബാങ്കടയും ഗുജറാത്തിലെ ഗർഭയും ഒക്കെ കളിക്കുന്ന പോലെയുള്ളൊരു ഒരു ആചാര അല്ലെങ്കിൽ അത്തരം അനുഷ്ഠാന രീതികളും നമ്മൾ പാലിക്കുന്നതേ ഇല്ലല്ലോ. പല പല ഉത്സവങ്ങളും നമ്മൾ ആഘോഷിക്കുന്നത്. കാരണം നമ്മളിപ്പോഴും ആ പഴയ പ്രാചീന സിദ്ധാന്തം അത്ര കണ്ട് വിട്ടു വന്നിട്ടില്ല. നമ്മളിപ്പോഴും പഴയ ആൾക്കാരാണ്, പ്രാചീനരാ. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഒരു പുനരുത്ഥാനത്തിന്, ഈ കൾച്ചറിൻ്റെ റിവൈവലിനൊരു പോസിബിലിറ്റി ഉള്ളത്. അതാണല്ലോ ശങ്കരനല്ലേ സനാതനധർമ്മത്തെ വീണ്ടും വീണ്ടെടുത്തു പറയുന്നത് അല്ലേ? അദ്വൈത വേദാന്ത മതം വീണ്ടും പുനഃസ്ഥാപിച്ചു. പുനഃസ്ഥാപനമാണ്, പുതിയൊന്നും ഉണ്ടാക്കിയെന്നല്ല, പുനഃസ്ഥാപിച്ചത്. ആ ഒരു കാലഘട്ടം തിരിച്ചു വരാൻ ഇവിടെയേ സാധ്യതയുള്ളൂ. അതുകൊണ്ട് നമുക്ക് മറ്റാരുമായിട്ടും കമ്പയർ ചെയ്യേണ്ട. നമുക്ക് നമ്മുടെ ഇന്നേറ്റ് ആയിട്ടുള്ള പഴയ സിദ്ധാന്തത്തിനെ ഉറച്ചിരിക്കാൻ ശ്രമിക്കാം. ഇപ്പൊ ഈ രാജസ്ഥാനൊക്കെ ചെന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ നോർത്തിലോട്ടൊക്കെ ചെല്ലുമ്പോൾ ഉള്ളൊരു ഡേറ്റിയാണല്ലോ ഹനുമാൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാ കേരളത്തിൽ അത്ര പോപ്പുലർ അല്ലാത്ത എന്തുകൊണ്ടാണ്? കാരണം ഹനുമാൻ ഈ നാട്ടുകാരനാണല്ലോ. ഹനുമാൻ സൗത്ത് ഇന്ത്യൻ അല്ലേ? പിന്നെ എവിടാ ശബരിമല? എവിടാ ഇവരൊക്കെ ജീവിച്ചിരുന്നത്? ശബരിമലയും ഈ പറഞ്ഞ ഋഷി മുഖാചലവും സുഗ്രീവൻ ജയിച്ചെന്ന സ്ഥലമൊക്കെ എവിടെയാ? ദൂരമല്ല? അത് സൗത്തിലാ? രാമൻ എങ്ങോട്ടാ വന്നേ? സൗത്തിലേക്കല്ലേ വന്നേ? എന്തു കാരണം കൊണ്ട്? കാരണം ഇവിടെയാ വാനരസേന ജീവിച്ചിരുന്നത് അല്ലേ? ഇപ്പോഴും നമ്മളല്ലേ വാനരന്മാര്? എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ കൊടിയുമായിട്ട് ഇറങ്ങും വാനരസേന. ഇപ്പോഴും നമ്മളല്ലേ? അല്ലെങ്കിലും ഗുരുക്കന്മാരെല്ലാം ഇവിടുന്ന് അങ്ങോട്ടും പോവും, ദേവന്മാരെല്ലാം അവിടുന്ന് ഇങ്ങോട്ടും വരും. ഇത് പണ്ടേ ഉള്ള പരിപാടിയാ. പണ്ടേ ഉള്ള പരിപാടി അങ്ങോട്ടും ഇങ്ങോട്ടും. എവിടെയാ ഏറ്റവും പഴയത്? ഏറ്റവും പഴയ പർവ്വതഘട്ടങ്ങളായിട്ട് പറയുന്ന നമ്മുടെ ഈ മലകളെയല്ലേ? അറിയോ? ഹിമാലയമൊന്നും അധികം പഴക്കമുള്ളതല്ല കേരളത്തിലെ മലകളെ സംബന്ധിച്ചിടത്തോളം. സഹ്യപർവ്വത നിരകളെ പറ്റി നോക്കുമ്പോൾ ഇതാണ് ഏറ്റവും പ്രാചീനം. ഇനി നിങ്ങൾക്കൊരു തിയറി ഇല്ലേ? പ്ലേറ്റ് എല്ലാം മൂവ് ചെയ്യുന്നൊരു തിയറി. എന്താണ് പറയുന്നത്? ടെക്ടോണിക് പ്ലേറ്റ്സ് എല്ലാം ഒന്നിൻ്റെ മേളിൽ ഇടിച്ച് കയറും. അങ്ങനെ ഉണ്ടായതാ ഹിമാലയം എന്നല്ലേ? അനുദാഹരണവും കാണാം. ഹിമാലയത്തിലെ മലകൾക്കൊന്നും ബലമില്ല, കല്ലുകൾക്കും പാറകൾക്കൊന്നും ബലമില്ല. മാത്രമല്ല സമുദ്രത്തിൽ കാണപ്പെടുന്ന പല വസ്തുക്കൾ അവിടെ കാണാം. സമുദ്രം തന്നെ വഴിമാറി ഹിമാലയ പർവ്വതമായി. എന്തൊരു അത്ഭുതം നോക്ക്. എന്നാൽ കേരളത്തിലെ മലകളോ? ആ പ്രാചീനത ആഫ്രിക്ക എന്ന സൈഡിൽ തന്നെ ഒന്നായി കിടന്ന കാലഘട്ടത്തിലെ മലകളായി കിടക്കുന്നത്. അതായത് ഈ സപ്ത ഖണ്ഡങ്ങളായി വിഭജിക്കപ്പെടുന്നതിന് മുമ്പേ ഉള്ള അത്ര പ്രാചീന മലനിരയാണ് നമ്മുടെ കിഴക്കുള്ളത്. ആലോചിച്ച് നോക്ക്, എത്ര പ്രാചീന നമ്മുടെ സംസ്കാരം. ഇവിടുന്ന് സംസ്കാരം ലോകം മൊത്തം പടർന്നു എന്ന് പറഞ്ഞാൽ തെറ്റാവൂ? ലോകത്തിന്റെ മൊത്തം ഇടാ പിങ്ങളാ നാടികളാ തമിഴും മലയാളവുമായിട്ട് കിടക്കുന്നത്. തുടക്കം ഇവിടുന്ന. അതിന്റെ മൂട്ടൊരു സാധനം കിടപ്പുണ്ടേ, ശ്രീലങ്ക, കാണ്ഡം. കുമാരിഖണ്ഡമായിട്ടും ഒക്കെ പറയപ്പെടാവുന്ന ഇതെല്ലാമായിട്ട് പരസ്പരം ബന്ധപ്പെട്ടിരുന്ന ഒരു വലിയ സ്ഥലം ഉണ്ടായിരുന്നായിട്ട് കേട്ടിട്ടില്ലേ? ഇനി ആഫ്രിക്കയിലെ നോക്കിയാലും അമേരിക്കയിൽ നോക്കിയാലും ആദിവാസികളൊക്കെ ഒരുപോലെയാണ്. നമ്മുടെ ഇപ്പോഴും ഉണ്ടല്ലോ നമ്മുടെ ദ്വീപുകളിൽ ഇല്ലേ? എത്ര പഴയതാ ആർക്കറിയാം? അപ്പൊ ഇതെല്ലാം ഒരു ഒന്നായി കാണപ്പെടുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ, ഒന്നായിരുന്നൊരു കാലം ഉണ്ടായിരുന്നല്ലോ. ആ കാലം തൊട്ടേ ഉള്ള നമ്മുടെ മലനിരകളും ആ കാലം തൊട്ടേ ഉണ്ടായിരുന്ന ഈ സംസ്കാരവും ഒക്കെ ഒന്നാലോചിച്ച് നോക്കി. അത്ര പ്രാചീനത. അപ്പൊ ഇവിടുന്നല്ല ജനസമൂഹം ലോകം മൊത്തം വ്യാപിച്ചാൽ അല്ലതെന്ന് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? പറയാറില്ലേ ആഫ്രിക്ക എന്ന എല്ലായിടത്തും വ്യാപിച്ചെന്ന്? ആഫ്രിക്ക ഇത് തന്നെയല്ലേ? ആഫ്രിക്കയിലല്ലേ നമ്മളിപ്പോ ഇരിക്കുന്നേ അല്ലേ? ഇവിടുന്ന് വെളുത്തുമുണ്ട്, ഇവിടെ കറുത്തുമുണ്ട്. ഭാരതത്തിൽ ഇല്ലാത്ത നിറം വല്ലയിടത്തും ഉണ്ടോ? മഞ്ഞയുണ്ട്, വെളുത്തമുണ്ട്, കറുത്തമുണ്ട്.
ബ്രൗണും ഉണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ. ഇവിടെ ഇല്ലാത്ത എന്താ? ലോകത്തുള്ള സകലതും ഇവിടെ ഉണ്ട്. ഇവിടെയുള്ള എല്ലാം ഏതെങ്കിലും ലോകത്ത് ഏതെങ്കിലും ഒരു ഖണ്ഡത്തിൽ കാണപ്പെടുന്നുണ്ടോ? എന്തൊരു അത്ഭുത രാജ്യം ഇത്, എന്തൊരു അത്ഭുത ദേശമായത്. ചുമ്മാതാണോ ഇതിനെ ഗുരുസ്ഥാനം കൊടുക്കുന്നത്? ഈ ഖണ്ഡത്തെ അല്ല ഭാരതമെന്ന് ആഴത്തിൽ പറഞ്ഞാൽ വിളിക്കുന്നതെങ്കിലും ഇത് ഹിന്ദുസ്ഥാൻ എന്നല്ലേ ആൾക്കാർ വിളിക്കപ്പെടുന്നത്. നമ്മുടെ പഴയ കൾച്ചറല്ലേ അത്, നമ്മുടെ സംസ്കാരമല്ലേ. ഒരു മതമോ ജാതിയോ ഒന്നും അല്ലല്ലോ അത്. പിൽക്കാലത്ത് അതിൻ്റെ മേളിൽ ഒത്തിരി ഒത്തിരി ച്യുതികളുണ്ടായി. അതിൻ്റെ ഫലമാണ് ഇന്ന് പലതായി ഭിന്നിക്കപ്പെട്ടതും പലതായി മാറിയതും. ഈ സംസ്കാരത്തിനുണ്ടായ ച്യുതി മൂലം, നാശം മൂലം, നഷ്ടം മൂലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. ഇതിനെ റിവൈവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇവിടെ തന്നെയല്ലേ കിടക്കുന്നത്. കാരണം ഇപ്പോഴും അത് പഴയതായിട്ട് ഇപ്പോഴും ഉണ്ട്. ഊർജ്ജങ്ങളൊക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ട്. കാവുകളും സർപ്പങ്ങളും ഒക്കെ ഇപ്പോഴും ഉണ്ട്. ഭുജഗധർമ്മഘോരം, സർപ്പങ്ങളെയാണ് എടുത്തിട്ടിരിക്കുന്നത്. ഹനുമാനും കുണ്ഡലിനി യോഗി തന്നെയാണല്ലോ. രാവണനും കുണ്ഡലിനി യോഗി തന്നെ, രാമൻ ജ്ഞാനയോഗി. സംഭവമൊക്കെ പഴയതൊക്കെ ഇപ്പോഴും ഉണ്ടേ. ഒന്ന് പൊടി തട്ടി നോക്കിയാൽ മതി, ഒന്നും എങ്ങും പോയിട്ടില്ല. പിന്നെ അമർന്നമർന്ന് പോവും. അങ്ങനെയാണല്ലോ, ലെയർ വന്ന് മൂടി 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 പോവല്ലേ, സംസ്കാരമൊക്കെ കുഴിച്ചെടുക്കുകയല്ലേ. ഇതെങ്ങോട്ട് താഴോട്ട് എന്തിനാ പോണത്? അപ്പൊ ഏറ്റവും താഴെ നിന്ന് അപ്പം മേലോട്ടും പോകുന്നുണ്ടാവില്ലേ? പരസ്പരം കലരുന്നില്ലേ? എല്ലാം സൈക്കിളല്ലേ. സൂക്ഷ്മകണങ്ങള്, ഭൗതിക കണങ്ങളുണ്ട്, പ്രാണിക്കണങ്ങള്, അതായത് ഊർജത്തിന്റെ കണങ്ങള്, മനസ്സിന്റെ വിചാരങ്ങളുടെ കണങ്ങള്. 3 കണങ്ങളാ പറയാവുന്നത്. ഫിസിക്കൽ ആറ്റം, എനർജിക് ആറ്റംസ് എന്ന് വേണേൽ പറയാം. എനിക്കറിഞ്ഞുകൂടാ എന്താ വാക്ക് വയ്ക്കുന്നത്. അല്ല, ഈഥറിക് ആറ്റംസ് എന്ന് പറയാം. ഇത് കൂടാതെ നമുക്ക് വളരെ സൂക്ഷ്മമായിട്ടുള്ള മനസ്സിന്റെ വിചാരങ്ങളുടെ കണങ്ങളില്ലേ. വിചാരകണങ്ങൾ കുറച്ചുകൂടെ റിജിഡ് ആകുമ്പോൾ പ്രാണന്റെ കണങ്ങളാവുകയും ആ പ്രാണന്റെ കണങ്ങളിൽ ഭൗതിക കണങ്ങൾ എത്തിപ്പെടുമല്ലേ ഈ ശരീരം ഉണ്ടാവുന്നത്. ശരീരം പോയാലും മറ്റു 2 കണങ്ങൾ അവിടെ നിൽക്കുന്നില്ലേ. ആ സൂക്ഷ്മത്തിലേക്ക് കിടക്കുമ്പോഴാണ് നമുക്ക് രഹസ്യങ്ങൾ പിടികിട്ടുന്നത്. അപ്പോഴാണ് നമ്മൾ അറിയാത്ത ഈ അറിയപ്പെടുന്ന ഈ വേൾഡ് പതിയെ മറയുകയും 3ാമത്തെ കണ്ണ് തുറന്നു വരുമ്പോൾ അനുസരിച്ച് നമ്മളുടെ പെർസെപ്ഷൻ മാറും. അകത്ത് പെർസെപ്ഷൻ മാറുമ്പോൾ ലോകവും മാറി തുടങ്ങും. നമ്മുടെ കാഴ്ചകളൊക്കെ വ്യത്യസ്തമാവും. ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അതും ഇത് തന്നെയാണ്. മറ്റു പലതിലൂടെയും സംസാരിക്കുന്ന 3ാം കണ്ണെന്നല്ല, മറ്റു പലതും പറയുമ്പോഴും അതൊന്നീന്നാ വരുന്നെന്ന് കാണാനുള്ള ഏകത്രിതമായിട്ടുള്ള കണ്ണാണ് 3ാമത്തെ കണ്ണ്. അത് തന്നെയാ എല്ലാവരിലും സംസാരിക്കുന്നു എന്നുള്ളതും ശരി തന്നെ. നമുക്ക് വേണ്ടുന്നത് സദാ ഈശ്വരൻ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ മസിൽ പിടുത്തം വിടത്തില്ല. അതുകൊണ്ട് കേൾക്കാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത് കണ്ണുള്ളവനെ കാണാൻ പറ്റൂ. കാതുള്ളവർ കേൾക്കട്ടെ, കണ്ണുള്ളവർ കാണട്ടെ. അല്ലാത്തവർക്ക് കാണാനും കേൾക്കാനും പറ്റില്ല. ഈ ചെവി കൊണ്ടോ ഈ കണ്ണ് കൊണ്ടോ ഒന്നും കാണാൻ പറ്റില്ല. അകക്കണ്ണ് തുറന്നാൽ അകത്തുനിന്ന് ദിവ്യദൃഷ്ടി ഉണ്ടാവും. അപ്പൊ ദിവ്യ ശ്രോത്രം ഉണ്ടാവും, ദിവ്യഘ്രാണം, ദിവ്യ സ്വാദ് ഒക്കെ നമ്മളിൽ തെളിഞ്ഞു വരും. ദിവ്യത്വം ഉണ്ടാവും എല്ലാത്തിനും. ദേവഭാവം പ്രകാശഭാവത്തിൽ കാണപ്പെടും. സൂക്ഷ്മതലങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് കിടക്കും. അത് പ്രാണനിലുള്ള വിവിധ തലങ്ങളെ കാണിക്കാൻ പറ്റും. എല്ലാവർക്കും ഒരേ കാഴ്ചയല്ല. നമുക്ക് തോന്നുക അങ്ങനെ. എല്ലാവരും പലതാ കാണുന്നത്. ഓരോരുത്തർക്കനുസരിച്ചാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ താങ്കളുടെ രീതി താങ്കൾ സമ്പൂർണ്ണനാണ്. താങ്കളെ പോലെ വേറെ ആളില്ല, ഉണ്ടാവുകയില്ല. വല്ലാത്ത അത്ഭുതമാണ് ഊർജത്തിന്റെ മണ്ഡലം. ചിന്തയും പ്രാണനോടെ കലർന്നു എന്നല്ലേ അർത്ഥം? എനിക്ക് എങ്ങനെ ശ്രദ്ധിച്ചത്? ചിന്തയും പ്രാണനും കൂടെ കലർന്നിട്ടാണ് ശരീരത്തിൽ ഇരിക്കുന്നത്, അങ്ങനല്ലേ? രുദ്രഗ്രന്ഥി എന്ന് പറയില്ലേ, മനസ്സിന്റെ അഹങ്കാരത്തിന്റെ കെട്ട. അവിടെ ഞാനെന്നൊരു വിചാരഭാവത്തിൽ ഞാൻ ഉറച്ചിരിപ്പുണ്ട്. ഞാനെന്ന മനസ്സ്, ഞാനെന്ന അഹങ്കാരം എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചോളുക. ആ അഹങ്കാര സ്വരൂപമാണ്, അതിസൂക്ഷ്മമാണ്. അതിനേക്കാൾ സ്ഥൂലമാണ് പ്രാണന്റെ കണ്ണുകൾ. അതാണ് ആക്ടിവിറ്റി ആയിട്ട് എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന നാഭിചക്രത്തിലുള്ള വിഷ്ണുഗ്രന്ഥി. അതിനേക്കാൾ അതിസ്ഥൂലമാണ് ഫിസിക്കൽ ബോഡി ആയിരിക്കുന്ന മൂലാധാരത്തിലെ ക്രിയേറ്റിവിറ്റിയായ ബ്രഹ്മഗ്രന്ഥി. ഒന്ന് സ്ഥൂലം, 2 സൂക്ഷ്മം, മറ്റൊന്ന് അതിസൂക്ഷ്മം അഥവാ കാരണം.
3 ശരീരങ്ങൾ. ആ മൂന്നാമത്തെ ഗ്രന്ഥി പൊട്ടണമെങ്കിൽ ഗുരുകൃപയില്ല, അത് പൊട്ടില്ല. അത് പൊട്ടാതെ സത്യം അറിയേയില്ല, മൂന്നാം കണ്ണ് തുറക്കുകയില്ല. ചുമ്മാ കുറച്ച് നേരം 5 മിനിറ്റ് പ്രാക്ടീസ് ചെയ്താൽ മൂന്നാം കണ്ണ് തുറക്കുമെന്നല്ല പറയുന്നത്. സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഉണ്ടാവും, സ്കിറ്റ്സോഫ്രീനിയ അതുണ്ടാവും ആവശ്യമില്ലാതൊക്കെ ഫോക്കസ് ടെക്നിക്ക് ചെയ്താൽ. അത് ഓരോന്നും പൊട്ടാനും ഒക്കെ വരുന്നതിന് മുമ്പൊക്കെ ഓരോ ലക്ഷണങ്ങൾ കാണിക്കുകയല്ലേ. ഓരോ ഗ്രന്ഥികൾ പൊട്ടുമ്പോഴും ഓരോ ചക്രങ്ങളിലും ഓരോ നാഡികളിലും മനസ്സിലും ചിന്തകളിലും വിചാരങ്ങളിലൊക്കെ പരിവർത്തനം ഉണ്ടാകുന്ന അത്ഭുതകരമായിട്ട് കാണാൻ പറ്റില്ലേ. ഇതാ കുണ്ടലിനി ശാസ്ത്രം. ഇത് പറഞ്ഞു മനസ്സിലാക്കാനേ പറ്റില്ല, അനുഭവിച്ചോളുക. അനുഭവിക്കുമ്പോൾ മനസ്സിലാവില്ല, അനുഭവങ്ങളൊക്കെ ഒതുങ്ങി ശാന്തമാകുമ്പോൾ എന്താ സംഭവിച്ചെന്ന് പിടികിട്ടും. അതുവരെ എന്ത് കഷ്ടപ്പെട്ടാലും മനസ്സിലാവുകയില്ല. അപ്പോൾ അതെന്താ ചെയ്യേണ്ടത്? വിട്ടുകൊടുക്കുക, ലെറ്റ് ഗോ, നമ്മളെ സമർപ്പിക്കുക, സറണ്ടർ, പ്രസന്നമായിരിക്കുക, ശ്രമിക്കുക. പറഞ്ഞ പക്ഷം സദാ മനസ്സിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക, രഹസ്യങ്ങൾ പിടികിട്ടും. പ്രസന്നമായിരിക്കുക എന്നുള്ള ഒറ്റ കാര്യം ഞാൻ പറയുള്ളൂ, ബാക്കിയെല്ലാം പുറകെ വന്നോളൂ. പ്രസന്നമായിരിക്കാൻ മാത്രം നമുക്ക് പറ്റും. വീണ് കഴിഞ്ഞാൽ ഉടനെ ചാടി എഴുന്നിട്ട് പ്രസന്നമായിക്കോണം. വീഴുമല്ലോ, പക്ഷെ വീണാൽ പിന്നെ വീഴ്ച പിടിച്ചോണ്ടും പഴയതിനെ പിടിച്ചോണ്ടും ചിന്തകളിലേക്ക് മനസ്സ് പിന്നെയും കൊണ്ടുപോകും. മനസ്സ് നമ്മളെ പിന്നെയും പൂട്ടിയിടാൻ നോക്കില്ലേ. നമ്മൾ എവിടെയാ വീണ്, അപ്പൊ അതുമായിട്ട് സംബന്ധിച്ചുള്ള സകല കാര്യങ്ങളും ഒരു ഒന്നൊന്നായിട്ട് കോർത്തിണക്കിയ പോലെ തെളിഞ്ഞു വരും ഇല്ലേ. അതുമായിട്ട് ബന്ധപ്പെട്ടതും അനേക വിചാരങ്ങൾ നമുക്ക് ജീവിതം മുഴുവൻ പ്രശ്നമാണെന്ന് മനസ്സങ്ങ് വരുത്തി തീർക്കും നമുക്ക് അല്ലേ. മനസ്സിന്റെ കളിയായത്. ഒരു ചെറിയ കാര്യത്തെ പിടിച്ചാൽ മതി, പിന്നെ അതുവരെ ഉറങ്ങിക്കിടക്കുന്ന എല്ലാ ചെകുത്താന്മാരും എഴുന്നേറ്റ് വരും. എല്ലാവരും കൂടെ ഒരു പ്രത്യേക സ്വരത്തിൽ ചണ്ട കൊട്ടിയാൽ അവരുടെ ആൾക്കാർ എഴുന്നേറ്റ് വരുന്ന പോലെ ആ ഒരു വിചാരം മതി. ആ ഒരൊറ്റ വിചാരം നമ്മൾ സകലമാന ഡിസ്റ്റർബൻസും കൊണ്ടുവരും. ഇതല്ലേ മനസ്സിലാവും. ഇതേ ശീലത്തെ മുറിക്കാനാണ് ഞാൻ പ്രസന്നമായിരിക്കും മനസ്സിലാവും. ഇത് നമ്മുടെ സ്വഭാവ സ്വരൂപമാണ്. ഇപ്പോൾ സത്യമല്ല, യാഥാർത്ഥ്യം. ഇപ്പം ഞാൻ ഇങ്ങനെയൊക്കെയാ. ഇതിനെ കണ്ടു തുടങ്ങുമ്പോൾ നമുക്ക് ചിരി വരും, വീണുകൊണ്ടിരിക്കും. വീണ പക്ഷെ ചാടി എഴുന്നേക്കാൻ ശ്രമിക്കലിനെയാണ് ഈ പ്രസന്നത എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. വീഴും, അതിന് സംശയിക്കുകയേ വേണ്ട. എല്ലാവരും വീഴും. വീഴുന്നത് അങ്ങനെയാ. അത് മനസ്സുള്ള കാലത്തോളം വീണിരിക്കും. പക്ഷെ എഴുന്നേക്കാൻ പഠിക്കുക. ഒരു കുട്ടിക്കല്ലേ പറ്റൂ, ചാടി എഴുന്നേറ്റ് പിന്നെയും നടക്കുക. അതിൻ്റെ പേരാ പ്രസന്നത. അത് ശീലിക്കാൻ പറ്റും. ശീലിച്ച് നമുക്ക് മനസ്സിലായി ഈ പ്രശ്നമൊക്കെ ഞാൻ ഉണ്ടാക്കുന്നതാണെന്നും ഇതിൻ്റെയൊക്കെ പരിഹാരം ഞാനൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ലെന്നും ഞാൻ എൻ്റെ കർമ്മവും ധർമ്മവും ഒക്കെ അനുഷ്ഠിച്ച് മുന്നോട്ട് പോയാൽ മതിയെന്നും ഇതൊക്കെ അങ്ങ് തെളിഞ്ഞ് പൊക്കോളൂ എന്നുള്ളൊരു വിശ്വാസം, അച്ചഞ്ചലമായൊരു വിശ്വാസം വളർത്തിയെടുക്കണം. അത് കുറേയൊക്കെ ആദ്യകാലത്ത് വളർത്തിയെടുക്കുക. പിന്നെ അത് മനസ്സിലാവും ഇതിങ്ങനെ തന്നെയാണെന്ന്. നത്തിങ് ടു വറി, എവറിത്തിങ് ഈസ് ഹാപ്പനിങ്. ചില കാര്യങ്ങൾ ഞാൻ ചെയ്തെടുക്കേണ്ടതുകൊണ്ട് അതെവിടെ എപ്പോഴാ ബുദ്ധിയും മനസ്സും കൈയും കാലും ഒക്കെ ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ അത് എൻ്റെ ധർമ്മമാണ്, അത് ഞാൻ ചെയ്തേ പറ്റൂ. അതിന് ഒളിച്ചോടാനും തോന്നില്ല. ഇതൊക്കെ വന്നാലും കുഴപ്പമൊന്നുമില്ല, അതങ്ങനെ അങ്ങ് പോയിക്കോളും. അങ്ങനെ പോകെ ഈ പ്രസന്നത കൂടുതൽ ഉറച്ചു വരും, തെളിച്ചം കൂടുതൽ വരും, വീഴ്ച കുറച്ചു. വീണ വലിയ വേദന കൂടുമെന്ന് മാത്രം. വല്ലപ്പോഴും വീണ് ശീലമില്ല, ഇപ്പോൾ വീഴുന്ന ശീലമില്ലാതെന്ന വല്ലപ്പോഴും വീണ ബുദ്ധിമുട്ടാവും, കൂടുതൽ ആഴങ്ങളിലേക്ക് കൂടുതൽ പെയിൻഫുൾ ആയി തോന്നും. ആ പ്രോസസ്സിൻ്റെ ഭാഗമാണ്. സോ ജസ്റ്റ് എൻജോയ് ദിസ് പ്രോസസ്സ്. അത് മാത്രമേ ചെയ്യാൻ പറ്റൂ. മേരുദണ്ഡം എന്നുള്ള വാക്ക് നട്ടിലുമായിട്ട് കണക്റ്റഡ് ആണെന്ന് തോന്നുന്നു, ഞാൻ അങ്ങനെ വായിച്ചൊരു അറിവ്. അതെ, അങ്ങനെ തന്നെയാണ്, മേരുദണ്ഡം എന്നാണ് പറയുക. അതുപോലെ മൗണ്ട് മേരു എന്ന് പല വേദാന്തിക് ഹിന്ദു ടെക്സ്റ്റുകളിലൊക്കെ അതും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒന്നാണെന്ന് എനിക്കിപ്പോൾ ഉള്ളിലൊരു തോന്നല്. നമ്മുടെ ഒരു കുണ്ടലിനി എന്ന് പറയുന്നത് ഒരു വലിയൊരു നട്ടലായിട്ട് പിന്നെ ആണെന്ന് എനിക്ക് എന്തോ എൻ്റെ മനസ്സിലങ്ങനെ തോന്നുന്നു. അതൊന്ന് മാറ്റി വിശദീകരിച്ച് തരാൻ പറ്റും? പാലാഴി മഥനത്തിൻ്റെ കഥ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ശിവരാത്രിക്ക് പല ദിവസങ്ങളായി കടഞ്ഞു തുടങ്ങി. ആരെ? വാസുകിയെ കയറാക്കി മൗണ്ട് മേരു പർവ്വതത്തെ കടകോലാക്കി അസുരന്മാർ തലഭാഗവും ദേവന്മാർ വാൽഭാഗവും പിടിച്ച് കറക്കി പാലാഴിയെ കടഞ്ഞു തുടങ്ങി എന്നർത്ഥം. ഈ കടച്ചിൽ എന്താ? ഇട പിങ്ങളാനാടികൾ തന്നെ. ഇട അസുരന്മാരും പിങ്ങളാനാടി ദേവന്മാരും രണ്ടും കൂടെ നട്ടലിനായിട്ട് കടയില്ലേ. നട്ടലെന്ന് വെച്ചാൽ നട്ടലിൽ അടങ്ങിയിരിക്കുന്ന 33 ഊർജങ്ങൾ അതിനെ കടഞ്ഞു തുടങ്ങി.
ആദ്യം വരുന്നത് എന്താ? വിഷമല്ലേ? ഉം. വിഷം വരുന്നില്ലേ? ആ, വിഷം വരുന്നില്ലേ? ആ, ഇത് ഗുരുവിന് കൊടുക്കുക, ഗുരു കുടിച്ചോളും. തന്നെ താനൊന്നും ചെയ്യാൻ പറ്റില്ല. അതാ പരമേശ്വരൻ പാത്രം എടുത്ത് അവൻ തന്നെ കുടിച്ചോളും. അവൻ്റെ പണിയായത് വിഷം കുടിക്കുക. ഇത് അവനെ കൊല്ലാൻ പറ്റുകയും ചെയ്യും, പക്ഷെ പ്രകൃതി അവനെ രക്ഷിച്ചോളും, കഴുത്തിന് കയറി പിടിച്ചോളും. അപ്പം മേരുദണ്ഡത്തിൻ്റെ കടച്ചിൽ ആദ്യം വരുന്നത് വിഷമാണ്. പിന്നെ ഹാലാഹലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓരോ ദിവ്യങ്ങൾ ഔഷധങ്ങളും പലതും ധന്വന്തിരി ദേവൻ അമൃത കലശമൊക്കെ ആയിട്ട് അവസാനം വരികയൊക്കെ ചെയ്യും. പക്ഷെ ആദ്യം ഇപ്പം വിഷമേ ഉള്ളൂ. ഇപ്പം അതൊക്കെ അതൊക്കെ കലക്കിടക്കും മനസ്സിലാക്കിക്കൊള്ളുക. ഇതും ഗുരുചരണങ്ങൾ സമർപ്പിച്ച് ഇതിന് ഊരിക്കൊള്ളുക. ഇതേ ഉള്ളൂ വഴി. അപ്പം മേരുദണ്ഡം എന്ന് വെച്ചാൽ നട്ടല് തന്നെയാണ്. കടച്ചിൽ ദേവാസുരന്മാരാണ്. കടന്നറിയാൻ ഈ മേരുദണ്ഡിലുള്ള സുഷുമ്നാ നാഡിയെ കടയുന്നത്. ഞാൻ അങ്ങേ കണ്ടിട്ട് ഏകദേശം 1 വർഷം കഴിയുന്നു. ഞാൻ പലപ്പോഴും എൻ്റെ മനസ്സിനെ നിരീക്ഷിക്കുമ്പോൾ ഒരുപാട് വ്യത്യാസം വന്നായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വളരെ ലോവർ ഈ ഫുഡ്, സെക്സ് പോലത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് അവിടുന്ന് അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ഒരുപാട് താഴെയാണെന്ന് തോന്നുന്നുണ്ട്. അത് ഒരു വലിയൊരു ഡിസ്റ്റൻസ് അതുമായിട്ട് വന്നേക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഫുഡിനോട് അങ്ങനെയല്ല, എന്നാലും ഈ സെക്ഷുവാലിറ്റിയോട് നോക്കിക്കഴിയുമ്പോൾ അവിടുന്ന് ഒരുപാട് അകലെ നിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. ഫുഡിലും വന്നിട്ടുണ്ട്. കാരണം ഫുഡിൽ വന്നില്ലെങ്കിൽ നേരെ സെക്ഷുവാലിറ്റി ഫുഡിലേക്കാണ് ട്രാൻസ്ഫോം ചെയ്യുക. അങ്ങനെ അതിൻ്റെ രീതി അതിലും വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് തന്നെ മുമ്പ് പല ആഹാരത്തെ പറ്റി സംസാരിക്കുന്ന ആളിപ്പോൾ അതിനെപ്പറ്റി സംസാരിച്ചൊന്നും കേൾക്കാറില്ല. നമ്മൾ റോക്കറ്റ് വിട്ട് മേലോട്ട് പോണു. താഴെ നോക്കുമ്പോൾ ആദ്യം ഭൂമി തൊട്ടടുത്ത് കുറച്ച് ഭൂമി ഡിസ്റ്റൻ്റ് ആയി പോകുന്നു. അപ്പോൾ ഭൂമി ദൂരെയായി പോകുന്നതായിട്ട് തോന്നില്ലേ? അതുപോലെ മൂലാധാരത്തിൽ നിന്നും കുണ്ടലിനി, അതായത് ശക്തി മേലോട്ട് കയറുമ്പോൾ സ്വാധിഷ്ഠാനത്തിലേക്ക് എത്തി, സ്വാധിഷ്ഠാനത്തിൽ മണിപുരത്ത് നിന്ന് അനാഹചക്രത്തിലേക്ക് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാമനകളൊക്കെ എവിടെയായിരിക്കുന്നത്? മൂലാധാരത്തിൽ കാമവും, സ്വാധിഷ്ഠാനത്തിൽ കൺഫ്യൂഷനും, മണിപൂരത്തിൽ ആക്ടിവിറ്റിയും, അനാഹതത്തിൽ പ്രേമവും, വിശുദ്ധിയിൽ ശൂന്യത്വവും ഒക്കെ ആയിട്ട് നമ്മൾ മേലോട്ട് കിടക്കുന്നത് അല്ലേ? അപ്പൊ ഇതെല്ലാം പുറകിലായ പോലെ തോന്നില്ലേ? റോക്കറ്റിനുമായിട്ടുള്ള ഉദാഹരണത്തിൽ ശ്രദ്ധിച്ചു നോക്കുക. ഇതുപോലെ ഭൂമി താഴെ പോകും. നമ്മൾ അതിൽ നിന്ന് ഒത്തിരി മേലോട്ട് ഉയർന്നു പോകും. ഇതൊക്കെ ജീവിതത്തെ അനുഭവത്തിലും വരും. ഇങ്ങനെയാ കുണ്ടലിനി സാധന. കൺഫ്യൂഷൻ ഇല്ല, ഇത്രയും പ്രശ്നങ്ങൾ നടക്കുകയാണെങ്കിലും ടെൻഷൻ ഇല്ല. ടെൻഷൻ ഉണ്ടെങ്കിലും സ്ട്രെയിൻ ഉണ്ട്, പക്ഷെ അതൊരു സ്ട്രെസ്സോ ടെൻഷനോ ആയിട്ട് മാറുന്നില്ല എന്നൊക്കെ വലിയൊരു വ്യത്യാസം ഉള്ളിലുണ്ടായിരുന്നു. കണ്ണടയ്ക്കുമ്പോഴും ഒരു വലിയൊരു ശക്തി ഉള്ളിലുള്ളതായിട്ട്, ചിന്തകളല്ല, ഒരു വലിയൊരു ശക്തി ഉള്ളിലുള്ളതായിട്ട് തോന്നുന്നു. അതിൽ കുറച്ച് തന്നെ ഫോക്കസ് ചെയ്യുമ്പോൾ അത് അടങ്ങുന്നതായിട്ടും കാണുന്നുണ്ട്. ശക്തിയല്ലേ ഇതിനെല്ലാം കൊണ്ടുപോകുന്നതും താഴ്ത്തതും ഒക്കെ ശക്തി തന്നെയാണ്. അമർത്തി വെക്കാനും ശക്തി വേണം, ഉയർത്തി കൊണ്ടുപോകാനും ശക്തി വേണം. രണ്ടിനും ഫോഴ്സ് വേണമല്ലോ. ഫോഴ്സ് തന്നെ ശക്തി, അത് പരാശക്തി, കുണ്ടലിനി എന്ന് വിളിക്കും നമ്മള്. അത് കൊണ്ടുപോയിക്കോളും. ടെൻഷനും കാര്യങ്ങളൊക്കെ ഒരു തരത്തിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മളൊരു വിശ്വാസം ഉറച്ചു വരാൻ തുടങ്ങും. കേവലം ഞാൻ വിചാരിച്ചുകൊണ്ടല്ല ഇത് ഓടുന്നതെന്നും ഒരു വിശ്വാസം ഉണ്ടാവും. പക്ഷെ എനിക്ക് പണി ചെയ്തേ ഉള്ളൂ എന്നുള്ളൊരു വിശ്വാസവും നമുക്കുണ്ടാവും. പണി ചെയ്യും എന്നാൽ അതിന്റെ ഫലം നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന കർമ്മമാണല്ലോ ഈ നിഷ്കാമകർമ്മം എന്ന് പറയുന്നത്. ഫലം പ്രതീക്ഷിക്കാന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ട് കിട്ടണമെന്ന് നിർബന്ധമില്ലല്ലോ, പക്ഷെ പണി ചെയ്തേ മതിയാവും. ഈ നിഷ്കാമകർമാനുഷ്ഠാനം കൊണ്ട് തന്നെ നമുക്ക് സ്ട്രെസ് കുറഞ്ഞു പോകും സ്വാഭാവികമായിട്ട്. നിഷ്കാമകർമാനുഷ്ഠാനം എന്ന് വെച്ചാൽ ശമ്പളം മേടിക്കുക, ജോലി ചെയ്യലൊന്നും അല്ല. കർമ്മം ചെയ്യുക, കർമ്മത്തിൽ ആനന്ദിക്കുക. നമുക്ക് എന്തെടുക്കാൻ പറ്റും, റിസൾട്ട് എങ്ങനെ വരണം, നമുക്ക് ഇങ്ങനെ സങ്കല്പിക്കാം. അങ്ങനെയോ അതിനേക്കാൾ ബെറ്റർ ആയിട്ടോ പ്രകൃതി നമ്മളെ കൊണ്ടെത്തിച്ചേക്കാം. അല്ല, നമ്മൾ അവിടെ എത്തിപ്പെടേണ്ടതല്ലെങ്കിൽ പ്രകൃതി അവിടെ എത്തിക്കാതിരിക്കുകയും ചെയ്യാം. പല ഫെയിലുവേഴ്സും സക്സസ് ആയി മാറാം. നമ്മൾ ഉദ്ദേശിക്കുന്ന സക്സസ് ഒന്നും ആയിരിക്കില്ല പ്രകൃതി നമുക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്ന സക്സസ്. ഒരു സർപ്രൈസ് ആയിരിക്കട്ടെ. ഏതായാലും ഇപ്പൊ തൽക്കാലത്തെ അവസ്ഥ നോക്കുക. ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഉണ്ടെങ്കിൽ ആ താൽക്കാലിക അവസ്ഥകളെയൊക്കെ നമ്മൾ ബുദ്ധിമുട്ടുകളാണെങ്കിൽ അതിനെ മാറ്റി അതിനെയൊക്കെ പരിവർത്തനം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക. ഇത്രേ ചെയ്യാനുള്ളൂ. അങ്ങനെ ചെയ്തു പോകുമ്പോൾ നമ്മളറിയാതെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ വന്നു ചേർന്നിരിക്കാൻ അറിയാം. പക്ഷെ അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതല്ലാത്തത് കൊണ്ട് തന്നെ കൃപ എന്നുള്ളൊരു വാക്ക്, ഈശ്വരകൃപ, ഗുരുകൃപ എന്നുള്ള വാക്കുകളാണ് നമ്മളവിടെ ഉപയോഗിക്കാറ്. നമ്മുടെ ജീവിതത്തിൽ ഒരു നിറവുണ്ടാവും, തൃപ്തി ഉണ്ടാവും. ഇതെങ്ങനെയല്ലേ ജീവിക്കേണ്ടത്? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സന്തോഷത്തോടെ ജീവിക്കുക, ശീലിക്കുക, ബാക്കിയൊക്കെ ശരിയായിക്കോളും. ഏതവസ്ഥയിലും അത് ശീലിക്കണം. ഇതൊന്നും എൻ്റെ കയ്യിൽ അല്ല എന്നുള്ള തോന്നൽ ഓരോ ദിവസം കഴിയുമ്പോൾ കൂടി വരിക. അതാണ് ശരിയായിട്ടുള്ള ചിന്തയും.
ഞാനുണ്ടാക്കി വെച്ചതിനൊക്കെ ഉത്തരവാദിത്തം എൻ്റെ കയ്യിൽ തന്നെയാണ്. അതും പതുക്കെ കുറച്ച് കുറച്ച് വാരിയിട്ട് സ്വാഹ കത്തിച്ച് കളയുക. അതേ എനിക്ക് ചെയ്യാൻ പറ്റൂ. അതാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള കർമ്മം, ഹവനം. അതും ചെയ്തോളാം. റാം.